ഈ തുണിയായ തുണിയെല്ലാം മടക്കി വെക്കുന്ന എൻ്റെ സതുനിയും വലിച്ചിട്ട് നമ്മളെല്ലാരും കൂടി വീട്ടിനടുക്ക് തന്നെ ഒരു കാവ് പോയിട്ടുണ്ടായിനെ. നമ്മളെക്കാളെല്ലാം കൂടുതൽ കാവ് പോവാനും പ്രാർത്ഥിക്കാനെല്ലാം സദാക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒന്നാമത്തെ കാര്യം തന്നെ ഇങ്ങനെ പാഞ്ഞു നടക്കാലാ. എൻ്റെ ഈ പ്രായത്തില് അമ്പലം ഏതാന്ന് കുള ഏതാണെന്നൊന്നും എനിക്ക് തിരിയൂലേനുവേ. പക്ഷെങ്കിൽ ഇവക്കില്ലേ എല്ലാ കാര്യവും അറിയാം. ഒന്നാമത്തെ കാര്യം തന്നെ അമ്മ എപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇവളെയും കൂട്ടിയിട്ടല്ലേ പോവാ. അതുകൊണ്ട് ഇവക്ക് എവിടെയാ പ്രാർത്ഥിക്കണ്ടേ എന്നാ ചെയ്യേണ്ടതെന്നെല്ലാം കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഈ കുഞ്ഞു പിള്ളേരല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണുമ്പോൾ ശരിക്കും അതിശയം തോന്നും. അതിനേക്കാളും വലിയ അതിശയം നമ്മൾ അടുത്ത് പോയ സ്ഥലത്തെ നമ്മൾ ആ കാവിന്ന് ഇറങ്ങിയിട്ട് നേരെ ഏതോ ഒരു പാലത്തിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടായിന്. ഏത് പാലാന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലേ. ഒന്നാമത് ഇപ്പൊ കുറെ റോഡും അങ്ങനെ ഇങ്ങനെയുള്ള എന്തെല്ലോ വഴിയെല്ലാം വന്നുകൊണ്ട് എനിക്കൊരു പുണ്ണാക്കം തിരിയുന്നില്ല. അങ്ങനെ ആടെ പോയാൽ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയെല്ലാം വരുന്ന ആ ഒരു മേഘമെല്ലാം നിറഞ്ഞിട്ട് അങ്ങനെ ആ മഴയെല്ലാം പെയ്യുന്നതിനിടക്ക് നമ്മൾ നേരെ പോയി ഒരു ചായ കുടിച്ചിട്ടുണ്ടായിന് കേട്ടാ. പുറത്ത് നല്ല പൊരി മഴയും കൈമലൊരു ചൂട് ചായയും ഒരു കോയിക്കാലും. ആഹാ, ഇനി എന്ത് ചായയും കോയിക്കാലും ഉണ്ടെങ്കിലും സദാക്ഷിക്കുള്ള പാപ്പനെ കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടാ.